യഹൂദരുടെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ അടിമത്തം, പ്രത്യാശ എന്നീ 2 വാക്കുകളുടെ സഹായമില്ലാണ്ട് ആവില്ല. തങ്ങളെക്കാൾ വലിയവരാൽ കീഴ്പ്പെടുത്തപ്പെട്ട് അടിമത്തത്തിലാക്കപ്പെട്ട് കഴിയുന്ന ഒരു ജനം. അവർ പ്രത്യാശയോടെ ഒരു രക്ഷകനെ സ്വപ്നം കണ്ടിരുന്നു. ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്ന് ജനിക്കുന്ന മിശിഹായെ, വിമോചകനെ. എല്ലാ ശത്രുക്കളെയും തോൽപ്പിച്ച് തങ്ങളുടെ രാജ്യം പുനഃസ്ഥാപിക്കുന്ന മിശിഹായ്ക്കായി അവർ കാത്തിരുന്നു. ജോസഫിന്റെ കാലത്ത് യഹൂദരുടെ രാജാവ് ഹെറോദേസ് ആണ്. ഹെറോദേസ് യഹൂദനല്ലെങ്കിലും താനാണ് മിശിഹ എന്ന് അവകാശപ്പെട്ടു. അതിനായി ധാരാളം കാര്യങ്ങൾ ചെയ്തു കൂട്ടി. ദാവീദിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. മിശിഹായുടെ അടയാളങ്ങളോടുകൂടിയ നാണയങ്ങൾ പുറത്തിറക്കി. യഹൂദരുടെ പാരമ്പര്യങ്ങൾ കൃത്യമായി സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ തുടങ്ങി. എല്ലാറ്റിലും വലുതായി യഹൂദരുടെ ദേവാലയം പുതുക്കി പണിതു. 10,000 ജോലിക്കാരുടെ സഹായത്തോടെ സോളമൻ ആദ്യം പണി കഴിച്ചതിനേക്കാളും ബൃഹത്തും സുന്ദരവുമായ ഒരു ദേവാലയമാണ് ഹെറോദേസ് സ്വപ്നം കണ്ടത്. ആള് കുശാഗ്രബുദ്ധിക്കാരനായ ഒരു നമ്പർ 1 അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. കച്ചവടം വർദ്ധിപ്പിച്ച് രാജ്യത്തിന് സമ്പത്തുണ്ടാക്കി. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ആൾക്ക് കരുണ തൊട്ടു തേച്ചിട്ടില്ലായിരുന്നു. ക്രൂരനായിരുന്നു, മാനസിക സ്ഥിരതയില്ലാത്തവനും ആയിരുന്നു. തൻ്റെ അധികാരം തട്ടിയെടുക്കുമെന്ന് ഭയപ്പെട്ടവരെ ഒക്കെ നിഷ്കരുണം കൊന്നുകളഞ്ഞു, തൻ്റെ ഭാര്യമാരെയും മക്കളെയും അടക്കം. യഹൂദരുടെ ധർമ്മസങ്കടം നമുക്ക് ഊഹിക്കാൻ പറ്റും. ഒന്നുകിൽ ഹെറോദേസിനെ അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുക, അല്ലെങ്കിൽ ഹെറോദേസിനാൽ പീഡിപ്പിക്കപ്പെടുക. ജെറുസലേമിൽ നിന്നും അകലെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളൊന്നും ഹെറോദേസിനെ മിശിഹായായി അംഗീകരിച്ചിട്ടില്ല എന്നുറപ്പാണ്. നമ്മുടെ നസ്രത്തുകാരൻ ജോസഫ് അടക്കം. കഥ ഇവിടെ നിൽക്കട്ടെ. ഇനി ചിന്തകളിലേക്ക് വരാം. ജോസഫിൻ്റെ കാലം എൻ്റെ കാലത്തിന് സമാനമാകുന്നത് ഏതൊക്കെ രീതിയിലാണ്? എൻ്റെ ചുറ്റുമുള്ള ഹെറോദേസുമാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? ചുറ്റും ശത്രുക്കളുള്ളപ്പോൾ ഞാൻ ക്രിസ്തീയ തനിമയിൽ ജീവിക്കാൻ ശ്രമിക്കാറുണ്ടോ? അതോ ഞാനും ഒഴുക്കിനൊത്ത് നീന്തുകയാണോ? ഈ ഒഴുക്ക് നാശത്തിലേക്കാണ് എന്നറിഞ്ഞിട്ടും ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി വലിയ സൗഭാഗ്യം ത്യജിക്കുന്നവനാണോ ഞാനും? ഇക്കാലത്തിൻ്റെ പ്രലോഭനങ്ങളിൽ പെടാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെങ്കിലും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ?